ഹലോ ഡിയേഴ്സ്, നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെറിയ ഒരു വീഡിയോയാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ വഴുതനങ്ങ കേട്ടോ. വഴുതനങ്ങ, കത്തിരിക്ക പല പേരിലും അറിയപ്പെടും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വഴുതനങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ വരുന്ന സമയത്ത് മഴയില്ലായിരുന്നൊക്കെ പറിച്ച് തുടങ്ങിയപ്പോഴാണ് മഴ. അത് നല്ല കളറാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഒരു വഴുതനങ്ങയാണ് കേട്ടോ. അതൊക്കെ ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ മാമ്പഴവും ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സൈസ് മാങ്ങയാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി വെക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. ഇവിടെ മോനോ ഹസ്ബൻഡിനൊന്നും ഇതിനോട് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പൈനാപ്പിൾ അന്ന് നേരത്തെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് സ്നാക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പൈനാപ്പിളും ഉണ്ട് കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതിൻ്റെ കൂടെ പൈനാപ്പിൾ കൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ലാവിഷായിട്ട് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും ജ്യൂസ് അടിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓൺലൈൻ വാങ്ങിയ 1-2 ഡ്രസ്സുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂയും കൂടെ നിങ്ങളടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പല വീഡിയോയിലും പറയുന്ന കണക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് വലിയൊരു മടുപ്പോ വിഷയങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് അടിച്ചാൽ ഞാൻ മാത്രമാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആരെങ്കിലും കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കുറച്ച് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ പൈനാപ്പിൾ ആണെങ്കിലും അങ്ങനെ കഴിക്കുന്നതിനോടൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിരുന്ന് കേടായി പോകത്തില്ലല്ലോ. അപ്പോൾ ഇത് മേടിച്ചിട്ട് എനിക്ക് ഏകദേശം ഒരാഴ്ചയ്ക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി അത് വെച്ചിരുന്നാൽ അത് കേടായി പോകും. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ജ്യൂസുമായി നമുക്ക് എന്താണ് ഒരു സുഖം. ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലാവിഷായിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാം. അതിന് കണ്ടുപിടിച്ചൊരു ഉപായം ഇന്ന് അതാണ് കേട്ടോ. അതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് മാമ്പഴ പുളിശ്ശേരി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുക് വറക്കാനായിട്ട് ഈ ഒരു പാൻ കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പിടിയുണ്ടല്ലോ അത് ഇരിക്കില്ല ശരിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇത് നല്ല അടിപൊളിയായിട്ട് അങ്ങ് ഇരിക്കും കേട്ടോ. ഞാൻ ഇതിന് മുമ്പുള്ള പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ. പിന്നെ നമ്മൾ നെയ്യിൽ കടുക്, ഉലുവ, വറ്റൽമുളക് ഇതൊക്കെ ചേർത്തിട്ട് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കറി തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് കൂട്ടി ചോറ് കഴിക്കാനായിട്ട് അത്ര ഇങ്ങോട്ട് മധുരമുള്ള കറികൾ എനിക്ക് അത്ര, പക്ഷേ ഇത് മാത്രമായിട്ട് കഴിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ഇത് കൂടുതൽ എടുത്തിട്ട് കഴിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാത്രമാണ് ഇത് കഴിക്കുന്നത്. എന്നാലും 4 മാങ്ങയൊക്കെ എടുത്തിട്ടോ. അപ്പോൾ സംഭവം നല്ല മണം, നല്ല നെയ്യൊക്കെ ശർക്കര പാനിയൊക്കെ ചേർത്തല്ലേ വെക്കുന്നത്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ ശർക്കരപ്പാനി ചേർക്കുന്നില്ല എന്ന് എനിക്കൊന്ന്. ശർക്കരപ്പാനി എനിക്ക് അത്രയ്ക്ക് മധുരമുള്ള കറികളൊന്നും അത്ര ഇങ്ങോട്ട് താല്പര്യമില്ല. നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടി അങ്ങനെയുള്ള കറികളൊന്നും ഞാൻ വെക്കാറുണ്ട്, ഓണത്തിനൊക്കെ വെക്കുമെങ്കിലും എനിക്ക് മധുരക്കറികളോട് അത്ര പ്രിയമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു കൊതി, പിന്നെ മാങ്ങ ഇരുന്നിട്ട് കേടായി പോകണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വേറെ ജോലികളെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചൂടോടെയൊക്കെ എനിക്ക് കഴിക്കാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൈനാപ്പിൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മിക്സിയിലേക്ക് എടുത്തിട്ട് അതൊക്കെ നടിച്ച് ഇതൊക്കെ അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോൾ എനർജിയൊക്കെ തന്നെ ഇങ്ങി വരും. പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള വഴുതനങ്ങ നല്ല കളറുള്ള വഴുതനങ്ങയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഒരുപാട് കേടൊന്നും അങ്ങനെ വരത്തില്ല. അങ്ങനെ ഒരു നല്ല ഐറ്റം, നല്ല ഇനത്തിൽ പെട്ടതാണത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇതുപോലെ ഡ്രസ്സ് എടുത്ത കാര്യമില്ല, നല്ല 2 ഡ്രസ്സാണ്. വലിയ വിലയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതിന് നല്ല വലിയ പ്രശ്നമില്ലാത്ത നല്ല ഷോളൊക്കെ ആണെങ്കിലും നല്ല വലുപ്പത്തിലുള്ള ഷോളാണ്. മൊത്തത്തിൽ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. പാൻറ്റൊക്കെ ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. ഇതാണ് രണ്ടാമത്തത്, ഒരു അനാർക്കലി ടൈപ്പാണ് കേട്ടോ. എനിക്ക് കുറച്ചൊന്ന് ഷേപ്പ് അടിക്കണം. ഇത് മറ്റത് കറക്റ്റാണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് അടിക്കേണ്ട ഒരു ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു വണ്ണം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്.
നെക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ലൊരു സംഭവമാണ് ഇത്. നമ്മൾ ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന കല്ല കേട്ടോ, നല്ല അടിപൊളി അട്രാക്ഷനാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഷോളൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്, പാൻറ്റും ഷോളും ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്